ലോകത്ത് ഒരുപാട് ജീവിജാലങ്ങളുണ്ട്, ഒരുപാട് റബ്ബിന്റെ സൃഷ്ടികളുണ്ട്. നാഥനായ റബ്ബ് പടച്ചു വച്ച പലതുമുണ്ട്. ആ വസ്തുക്കളെ കൊണ്ട് നാഥനായ റബ്ബ് വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്യുന്നതായി കാണാം. സൂര്യനെ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ട്, രാത്രിയെ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ട്, പ്രഭാതത്തെ പിടിച്ച് സത്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തില് ഒരേ ഒരാളെ കൊണ്ട് മാത്രമേ അള്ളാഹു ഖുർആനിൽ സത്യം ചെയ്തിട്ടുള്ളൂ. അത് മൂസാ നബിയെ കൊണ്ടല്ല, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ടല്ല, അത് ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടല്ല, അത് നൂഹ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടല്ല, അത് ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ടല്ല. ഒരേ ഒരു നേതാവിനെ മാത്രമേ അള്ളാഹു സത്യം ചെയ്യാൻ വേണ്ടി ഖുർആനിൽ അള്ളാഹു ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ. അത് ഒരേ ഒരു നേതാവ് മാത്രമാണ്, സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇന്നലെ നോളജ് സിറ്റിയിൽ നടന്ന വളരെ പ്രൗഢമായ മുത്തുനബിയുടെ മൗലിദുൽ അക്ബറിൽ വെച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവர்கள் പ്രതിപാദിച്ച വിഷയം അതായിരുന്നു, ഉസ്താദിന്റെ സംസാരം അതായിരുന്നു. ആ മുത്തുനബിയെ പറഞ്ഞാലും തീരൂല. ലോകത്ത് ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരു നേതാവുണ്ടെങ്കിൽ അത് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ആ മുത്തുനബിയുടെ മഹത്വത്തെ ലോകത്തിന്റെ മുന്നിൽ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മുത്തുനബിയെ പിടിച്ച് റബ്ബ് സത്യം ചെയ്യുകയാണ്. സൂറത്ത് ഹിജ്റയിലെ 72-ാമത്തെ ആയത്താണ്, ലഅംറുക ഇന്നഹും ലഫീ സകറതിഹിം യഅമഹൂൻ. മുത്തുനബിയുടെ ആയുസ്സിനെ കുറിച്ച് സത്യം ചെയ്യുകയാണ്. മുത്തുനബിയുടെ അതേ ആയുസ്സിനെ കുറിച്ച്, ജീവിതത്തെ കുറിച്ച് സത്യം ചെയ്യുകയാണ്. ലഅംറുക, തങ്ങളുടെ ഹയാത്തിനെ തന്നെയാണ് സത്യം, തങ്ങളുടെ ആയുസ്സിനെ തന്നെയാണ് സത്യം, തങ്ങളുടെ ജീവിതത്തിനെ തന്നെയാണ് സത്യം. ഇന്നഹും ലഫീ സകറതിഹിം യഅമഹൂൻ. തീർച്ചയായും സത്യനിഷേധികളായ ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളെ, അള്ളാഹുവിനെ കുറിച്ച് വിവരമില്ലാത്തവരെ, അവരെ അന്ധത ലഹരി ബാധിച്ചിരിക്കുന്നു. അവര് ലഹരിയിൽ അടിമപ്പെട്ടു പോയവരാണ്, അവരെ അന്ധത ബാധിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതേ, അവരവരുടെ അന്ധതയുടെ ലഹരിയിലെ അവര് ഉഴലുകയാണ്, അവരവരുടെ അന്ധതയിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. മുത്തുനബിയെ അവര് സത്യം ചെയ്യുകയാണ്. ഇത് അറബികൾക്ക് മനസ്സിലാകാൻ വേണ്ടി കൂടിയാണത്രേ. സുബ്ഹാനല്ലാഹ്. വേറെ എന്തിനെങ്കിലും കുറിച്ചല്ല പറയുന്നത്, വേറെ ഏതിനെങ്കിലും പിടിച്ച് സത്യം ചെയ്യുകയല്ല. മുത്തുനബി തന്നെയാണ് ഇതിന് സാക്ഷി, മുത്തുനബി തന്നെയാണ് ഇതിന് സാക്ഷി. നിങ്ങൾ പരാജയപ്പെട്ടവരാണ് ഓ അവിശ്വാസികളെ, മുത്തുനബിയിൽ വിശ്വസിക്കാത്തവരെ, നിങ്ങൾ പരാജയപ്പെട്ടവരാണ്, നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ്, നിങ്ങൾ ആഖിറത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ പരാജിതരാണ്. ആ പരാജിതരാണ് എന്നതിന് മുത്തുനബി സാക്ഷിയാണ് കേട്ടോ, മുത്തുനബിയുടെ ആയുസ് സാക്ഷിയാണ് കേട്ടോ, മുത്തുനബിയുടെ ജീവിതം സാക്ഷിയാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ അഖില മേഖലകളിലും ഒരു നേതാവിനെ പുകഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, ആ നേതാവിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേ ഒരേ ഒരു നേതാവ് മാത്രമാണ്, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അതേ റഈസുൽ മുഫസ്സിരീൻ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഈ ആയത്തെ മുത്തുനബിയുടെ മഹത്വത്തിന് തെളിവാണ്, അവരുടെ ആദരവിന് തെളിവാണ്. ലോകത്ത് ഇതുപോലൊരു നേതാവ് വേറെയില്ല എന്ന് അള്ളാഹു അതേ ലോകത്തിന്റെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതേ 1,24,000 വരുന്ന അംബിയാ മുർസലീങ്ങൾ വന്നിട്ട് ഒരാളെ പോലും അല്ല സത്യം ചെയ്യാൻ ഉപയോഗിക്കാതെ മുത്തുനബിയെ പിടിച്ച് മാത്രം സത്യം ചെയ്യണമെങ്കിൽ ആ മുത്തുനബി ലോകത്തിന്റെ മുന്നിലെ ഒരു അടയാളമാണ്, ഒരു തെളിവാണെന്ന് മഹാനായ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. അറബികൾക്കിടയിൽ അതേ മുത്തുനബിയുടെ ആദരവിനെ പ്രകടിപ്പിക്കാനാണ്. സുബ്ഹാനല്ലാഹ്.
ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, ഒരു ഖസായിസാണ്. ഇത് വേറൊരാൾക്കും അല്ലാഹു നൽകിയിട്ടില്ല. ഇത് മുത്തുനബിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ആ മുത്തുനബിയുടെ അനുയായികളാണ് നാം. അതുകൊണ്ട് ശുദ്ധമായ റബീഉൽ അവ്വൽ എല്ലാവരുടെയും ഹൃദയാന്തരങ്ങളിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടികൊള്ളണം. എല്ലാവരുടെയും ചുണ്ടുകളിൽ മുത്തുനബിയെ കുറിച്ചുള്ള അവദാനങ്ങൾ പറയണം, പാടണം, പ്രകീർത്തിക്കണം, സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ആ മുത്തുനബിയുടെ മദീനയിലെത്താൻ മനസ്സുകൊണ്ട് കൊതിച്ചുകൊണ്ടേയിരിക്കണം. എന്റെ കനവിലൊന്ന് ഹബീബായ തങ്ങൾ വന്നിരുന്നെങ്കിലേ ഒന്ന് കൊതിച്ച് രാത്രി കിടന്നുറങ്ങണം. അല്ലാ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ.